ഹായ് ഹലോ, ഇന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ സീനത്തേക്ക് വന്നതാണ്. അതെ, കസിന്റെ ഒരു കല്യാണം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാട്ടോ. എനിക്കും മോക്കും വേണ്ടി ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചിട്ട് തന്നെ വന്നത് കേട്ടാ. അപ്പൊ മോക്ക് ഇതുപോലെ സറാറ ടൈപ്പ് നോക്കാന്നാണ് വിചാരിക്കണത്. ഏതായാലും സറാറ ഒന്നും ഇല്ല, അപ്പൊ അങ്ങനത്തെ ഒരു മോഡലാക്കാന്ന് വിചാരിച്ചിട്ടോ. മോനെ അഭിമാനം അംഗൻവാടിയിലാക്കിയിട്ടാണ് ഞങ്ങൾ നേരെ കോട്ടക്കലിലേക്ക് കയറിയതാട്ടോ. പിന്നെ ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ കൂടെ. പക്ഷെ ഇതൊന്നും ഇട്ടിട്ട് അവക്ക് എന്തോ ഒരു രസം തോന്നുന്നില്ല. പിന്നെ ഇത് നല്ല ഭംഗിയായിട്ട് തോന്നി, ഈ ഫ്രോക്കും നല്ല ഭംഗിയായിട്ട് തോന്നിട്ടാ. പക്ഷെ ഫ്രോക്ക് എനിക്ക് എടുക്കാൻ തോന്നുന്നില്ല, കാരണം എനിക്കെന്താ സ്റ്റിച്ച് ചെയ്താലും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് എടുക്കാതെ ഞങ്ങള് നേരെ ക്ലോത്ത് എടുത്തിട്ടോ. അതാ ഈ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്താ അവള് ഫോണും കൈ പിടിച്ച് ഉമ്മാന്റെ ഫോണും കൈ പിടിച്ച് ഇരിക്കുകയാണ്. അപ്പൊ ദാ ഈ ഒരു ക്ലോത്ത് ആട്ടോ, അതിന് സെയിം ആയിട്ടുള്ള പാന്റിന് ഉള്ള ക്ലോത്തും കിട്ടി. പിന്നെ ലൈസ് നോക്കണ്ടിരുന്നേ, അപ്പൊ അത് കിട്ടിയില്ല കേട്ടോ. അവിടുത്തെ സീനത്തിൽ തന്നെ ഉണ്ട്, പക്ഷെ അതിന് പറ്റിയതൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ അവിടുന്ന് ബില്ലാക്കിയിട്ട് ഞങ്ങൾ നേരെ പോന്നുട്ടോ. നേരെ പോയത് ബട്ടൺ ഹൗസിലേക്കാണ്. അപ്പോ ഒരു തൂങ്ങി നിൽക്കുന്ന ഒരു ലൈസ് ഉണ്ടല്ലോ, അത് വാങ്ങാനതിനെ. അപ്പൊ ദാ ബട്ടൺ ഹൗസിലുണ്ട്. അത്യാവശ്യം നല്ല തന്നെ പല മോഡലിലുണ്ട് കേട്ടോ. അപ്പൊ അതിൽ എനിക്ക് ഈ ഒരു ഡ്രസ്സിന് സൂട്ടായിട്ടുള്ള ഈ ഒരു ഇതാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഫൈനലായിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. ആ ഒരു ഇതാണ്. പിന്നെ അഭിമാന്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക്